ലോകരാജ്യങ്ങളിൽ പ്രതിഷേധങ്ങൾ അവഗണിച്ച് ഗസയിൽ വെടിനിർത്തൽ ലംഘനം തുടർന്ന് ഇസ്രായേൽ. ഗസ സിറ്റിയിലും ഖാൻ യൂനിസിലും അടക്കം നിരവധിയിടങ്ങളിൽ ഇന്നും വ്യോമാക്രമണവും ഷെല്ലാക്രമണവും ഉണ്ടായി. 3 പേർ ഗസയിലും 2 കുട്ടികൾ വെസ്റ്റ് ബാങ്കിലും കൊല്ലപ്പെട്ടു. ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഇന്ന് രാത്രി ഇസ്രായേലിന് കൈമാറുമെന്ന് ഹമാസ് അറിയിച്ചു. സിക്കിം അതിർത്തി തുറന്നെങ്കിലും ട്രക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇസ്രായേൽ. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ 245 പേർ കൊല്ലപ്പെടുകയും 627 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗസ സിറ്റിയിലെ ഷൈഖ് റദ്വാൻ ക്ലിനിക് സമുച്ചയത്തിൽ കണ്ടെത്തിയ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് 51 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. കരാറിനെ ദുർബലപ്പെടുത്തുന്ന ഇസ്രായേൽ നടപടിയെ UN വിമർശിച്ചു. MCA നാസർ ചേരുന്നുണ്ട്. MCA, ആക്രമണം തുടരുകയാണ്, വെടിനിർത്തൽ ലംഘനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, മരണപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾ പ്രതിഷേധമുയർത്തുന്ന സാഹചര്യത്തിലും ആ നിലപാടുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. എന്താണ് ഇന്ന് ഗസയിൽ സംഭവിച്ചത്? ഇതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രമണത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. കാരണം വ്യോമാക്രമണം 3 തലങ്ങളിലായിട്ട് നടന്നു. അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണവും തുടരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഏറ്റവും അവസാനം ഗസയിൽ നിന്ന് ലഭ്യമാവുന്നത്. പ്രത്യക്ഷത്തിൽ ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 10 മുതൽ നിലവിൽ വന്ന ആ കരാർ നിലനിൽക്കെ തന്നെയാണ് നിരന്തരമായിട്ട് ഈ ഒരു കരാറിനെ ലംഘിച്ചുകൊണ്ട് വളരെ പാവപ്പെട്ട 2 കൊല്ലത്തോളമായി ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഫലസ്തീനികൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്ക് പ്രവിശ്യയിൽ നടന്ന അതിക്രമത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയും ഈ ഒരു ഭാഗത്ത് നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ പൂർണ്ണമായ അർത്ഥത്തിൽ പാലിക്കാനുള്ള നീക്കങ്ങൾ ഹമാസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയത് ഇന്ന് രാത്രി തന്നെ കൈമാറുമെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇനി 3 ബന്ദികളുടെ മൃതദേഹം കൂടി മാത്രമായിരിക്കും ഇസ്രായേലിന് കൈമാറാനുള്ളത്. നേരത്തെ ജീവനോടെയുള്ള 20 ബന്ദികളെ വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ദിവസമായിട്ടുള്ള ഒക്ടോബർ 10-ന് വിട്ടയച്ചിരുന്നു. തുടർന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് കണ്ടെത്തുകയും അത് കൈമാറുകയും ചെയ്യുന്ന പ്രക്രിയയും തുടരുകയാണ്. ഇനിയിപ്പോൾ ഈ 3 ബന്ദികളുടെ മൃതദേഹം കൂടി കൈമാറുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാനോ ഹമാസ് ഏതെങ്കിലും അർത്ഥത്തിൽ വെടിനിർത്തൽ ലംഘിച്ചു എന്ന് പറയാനോ ഉള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ റഫയുടെ ഭാഗത്തുള്ള തുരങ്കത്തിൽ കഴിയുന്ന ഏതാണ്ട് 150-ലധികം വരുന്ന ഫലസ്തീൻ പോരാളികളെ അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അമേരിക്കയും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്തും ഖത്തറും തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. അമേരിക്ക തന്നെയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ 150-ലധികം വരുന്ന പോരാളികളെ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് റഫയുടെ ഹമാസ് നിയന്ത്രിത കേന്ദ്രങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ അവസരമൊരുക്കണമെന്നാണ്. പക്ഷെ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും ഇസ്രായേൽ നേതൃത്വം കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നത് കൂടുതൽ ദുഷ്കരമായിരിക്കും. കാരണം ഇത് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പോരാളികളെ കൊലപ്പെടുത്താനോ ആ തുരങ്കങ്ങൾ നശിപ്പിക്കാനോ ഇസ്രായേൽ തുനിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹമാസും തങ്ങളുടെ നിലപാട് കടുപ്പിക്കും. അത് കൂടുതൽ രക്തരൂഷിതമായ നിരന്തരമായിട്ടുള്ള ആക്രമണത്തിലേക്ക് നീങ്ങും എന്ന ഒരു ഭീതി അമേരിക്കയ്ക്കുമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും അമേരിക്ക തുടർന്നുകൊണ്ടിരിക്കുന്നത്. ധന്യ. ഒപ്പം തന്നെ ഇസ്രായേലിനകത്ത് നേരത്തെ തന്നെ നെതന്യാഹു നേരിട്ടുകൊണ്ടിരുന്ന ആരോപണങ്ങളുണ്ട്, കേസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദങ്ങൾ അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇസ്രായേലിനകത്ത് ഇപ്പോൾ നടക്കുന്ന കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ? എങ്ങനെയാണ് ഇസ്രായേലിനകത്തുള്ള പ്രതികരണങ്ങൾ വരുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെയും ഈ നിരന്തരമായിട്ടുള്ള ഈ വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ പൊതുസമൂഹം എന്നത് ഇനിയും ഇത് രക്തദൂഷിതമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്കോ വീണ്ടും ഗസക്ക് നേരെയുള്ള ഈ ആക്രമണം തുടരുന്നതിനോട് ജനതയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ തന്നെ താല്പര്യം കുറവാണ്. അതുമാത്രമല്ല നെതന്യാഹുവിനെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു വികാരവും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഴിമതി ഉൾപ്പെടെയുള്ള ഏറ്റവും
പ്രധാനപ്പെട്ട കേസുകളിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പല ഘട്ടങ്ങളിലായിട്ടും അതിൽ നിന്ന് ഒഴിവാകാനുള്ള നീക്കങ്ങൾ നെതന്യാഹു നേരിട്ട് നടത്തിയിരുന്നു. ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് മാപ്പ് നൽകണമെന്ന് ഹെർസോഗ് എന്ന ഇസ്രായേലിന്റെ പ്രസിഡന്റിനോട് ഔദ്യോഗികമായി തന്നെ ട്രംപ് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ അങ്ങനെ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കാൻ അമേരിക്കക്ക് ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമില്ല. അതുമാത്രമല്ല ഇസ്രായേലിൻ്റെതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതാണ് പുറത്തൊരു രാജ്യത്തിൻ്റെ അധിപന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഇടപെടൽ എന്നൊരു കുറ്റപ്പെടുത്തലാണ് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ട്രംപിന്റെ ഇടപെടലിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെടിനിർത്തൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം, സുരക്ഷിതമായി തന്നെ ഇസ്രായേലിന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയണം. പ്രത്യേകിച്ച് ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 20 അജണ്ടയിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നടക്കുന്ന ഈ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിയണമെന്ന ഒരു പൊതുവികാരമാണ് ഇസ്രായേൽ രൂപപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃത്വവും ഏറെക്കുറെ ആ നിലയ്ക്ക് അതിൽ നിന്ന്, അതായത് ഹമാസിന്റെ നിരായുധീകരണം എന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതേസമയം ഹമാസിന്റെ നിലപാട് വിഷയത്തിൽ എന്താണ്? അവരെ ഇല്ലാതാക്കി ഗസയിൽ മറ്റു പദ്ധതികളിലേക്ക് ഇല്ലെങ്കിൽ കരാറുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത ചർച്ചകളിലേക്ക് നീങ്ങാം എന്നുള്ള തീരുമാനത്തിലാണോ ഉള്ളത്? മധ്യസ്ഥ രാജ്യങ്ങൾ അതിലെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിൽ നേരത്തെ തന്നെ രൂപപ്പെടുത്തിയ വെടിനിർത്തൽ കരാറും അതോടൊപ്പം തന്നെ 20 അജണ്ടയുടെയും ഭാഗമായിട്ട് നിർണ്ണയിക്കപ്പെട്ടത് ആദ്യം ഒരു യുദ്ധാനന്തര ഗസയുടെ ഒരു ഭാവിയിലേക്കുള്ള ഒരു സർക്കാരിനെ രൂപവൽക്കരിക്കുക എന്നതാണ്. അതിൽ 15 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു സംഘത്തിന് ഭരണം കൈമാറാൻ ഹമാസ് നേതൃത്വം നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചിരുന്നു. അധികാരം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ലക്ഷ്യമല്ല, എപ്പോൾ വേണമെങ്കിലും അധികാരം ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് നേതൃത്വം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളെയും അമേരിക്ക ഔദ്യോഗികമായി തന്നെ അറിയിച്ചതാണ്. അതുകൊണ്ട് അത്തരം ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല. അതേസമയം ഈ തങ്ങളുടേതായിട്ടുള്ള ആയുധങ്ങൾ കൈമാറുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്വതന്ത്ര ഫലസ്തീൻ സർക്കാരിന് മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ ഹമാസിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. അത് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. തീർച്ചയായിട്ടും ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളെ അവർ അറിയിച്ചിരിക്കുന്നത്. ഇനി പ്രായോഗികമായിട്ടുള്ള തുടർ ചർച്ചകളിലൂടെ മാത്രമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് യുദ്ധാനന്തര ഗസയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു സർക്കാർ രൂപവൽക്കരണം ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏത് നിലപാടാണ് സ്വീകരിക്കുക, ഏതൊക്കെ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഇക്കാര്യത്തിൽ ഉണ്ടാവും. പല അറബ് രാജ്യങ്ങളും സേനയെ അയക്കാൻ വിസമ്മതിക്കുന്നതായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു സുരക്ഷാ സേനയെ വിന്യസിക്കുന്നതും ഏറ്റവും പ്രധാനമായിരിക്കും. അത് കഴിഞ്ഞ് മാത്രമായിരിക്കും ഈ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അക്കാര്യത്തിലും വൈകാതെ തന്നെ ഒരു തീർപ്പിലെത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ശരി, MCA നന്ദി. ഖത്തറിലുടനീളം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നമസ്കാരം നടന്നു. രാവിലെ നടന്ന പ്രാർത്ഥനയിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനി അടക്കമുള്ളവർ പങ്കെടുത്തു. രാജ്യത്തെ ഇസ്ലാം മത വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് അമീർ ആഹ്വാനം ചെയ്തിരുന്നു. മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഖത്തർ അമീർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്നുള്ളത്. എത്രത്തോളം ആളുകൾ പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നു? എങ്ങനെ നടന്നു ചടങ്ങ്? ഇന്നലെ രാത്രിയാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി ഇവിടെ ഖത്തറിൽ മഴയ്ക്ക് വേണ്ടി ഇസ്ലാം മത വിശ്വാസികളോട് നമസ്കരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നത്. ഇത് ഒരു പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്. മഴ കൂടുതൽ വൈകുന്ന നേരത്ത് അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാകുന്ന സമയത്തൊക്കെ സലാത്തുൽ ഇസ്തിസ്ക എന്നുള്ള പേരിൽ മഴയെ തേടിയുള്ള നിസ്കാരം എന്ന് പറയും. ഈ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലുടനീളം നടക്കുന്നതാണ്. സൗദിയിൽ നടന്നിരുന്നു, കഴിഞ്ഞ വർഷം UAE നടന്നിരുന്നു, ഇപ്പോൾ ഖത്തറിൽ നടക്കുന്നു. ഇങ്ങനെ ഈ മഴ വൈകി വരുന്ന സമയത്താണ് ഇങ്ങനെ പ്രത്യേക പ്രാർത്ഥന നടക്കാറുള്ളത്. ഇന്നലെയാണ് ഖത്തർ അമീർ അതിനുവേണ്ടി വിശ്വാസികളോട്, ഇസ്ലാം മത വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരുന്നത്. ഇന്ന് രാവിലെ 6:04 പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നത്. ഖത്തർ അമീറും അതുപോലെ ഖത്തർ പ്രധാനമന്ത്രിയും മുതിർന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ ഇന്നത്തെ ഈ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഇസ്ലാം മത വിശ്വാസികൾ ഒരുപാട് പേർ, ധാരാളം പേരും ഈ പ്രാർത്ഥനയുടെ ഭാഗമായി 124 സ്ഥലങ്ങളിലാണ്, പള്ളികളിലും മൈതാനങ്ങളിലും അടക്കം 124
4 സ്ഥലങ്ങളാണ് ഇതിന് പ്രത്യേകമായി ഒരുക്കിയിരുന്നത്. ഇത് ഇന്നലെ തന്നെ ഖത്തർ ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം ഈ സ്ഥലങ്ങളുടെയും മൈതാനങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ലുസൈലിലെ മൈതാനത്താണ് ഖത്തർ അമീർ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടത്. അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സൊക്കെ ഇന്ന് ഈ നമസ്കാരത്തിൽ പങ്കുകൊണ്ടത്. ഏതായാലും മഴ കുറച്ച് മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രത്യേക ആഹ്വാനം ഖത്തർ അമീർ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് നടന്ന പ്രാർത്ഥനയിൽ പങ്കാളികളായത്. ധന്യ. ശരി അബ്ബാസ്. സൗദിയിലെ ഹറം പള്ളികളിൽ മഴയ്ക്ക് വേണ്ടി നടന്ന പ്രത്യേക പ്രാർത്ഥനയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. രാജ്യത്തെ മുഴുവൻ പള്ളികളിലും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തണമെന്ന് സൗദി ഭരണാധികാരി കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നു. പ്രവാചക ചര്യ പിന്തുടർന്ന് മഴയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് കഴിഞ്ഞ ദിവസം വിശ്വാസികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച രാത്രി രാജ്യത്തൊട്ടാകെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തിയത്. മക്ക ഡെപ്യൂട്ടി ഗവർണർ പ്രിൻസ് സൗദ് ബിൻ മിഷാലിന്റെ നേതൃത്വത്തിൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദുൻ നബവിയിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കാളികളായി. മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന നമസ്കാരത്തിന് ഹറം ഇമാം ഡോക്ടർ യാസിർ അൽ ദോസരി നേതൃത്വം നൽകി. മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫിയാണ് നേതൃത്വം നൽകിയത്. സാബിത് സലീം, മീഡിയ 1, മക്ക. സൗദിയിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. വ്യാഴാഴ്ച ആരംഭിക്കുന്ന മഴ തിങ്കളാഴ്ച വരെ തുടരും. താപനിലയിൽ കുറവ് അനുഭവപ്പെടുന്നതോടെ ശീതക്കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ശൈത്യത്തിന്റെ വരവറിയിച്ച് സൗദിയിൽ പരക്കെ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ മിതമായതോ കനത്തതോ ആയ മഴ ലഭിക്കും. വ്യാഴാഴ്ച ആരംഭിക്കുന്ന മഴ തിങ്കളാഴ്ച വരെ തുടർന്നേക്കും. റിയാദ് ഉൾപ്പെടുന്ന മധ്യപ്രവിശ്യയിലും വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും മഴ ശക്തമാകും. സജീവമായ കാറ്റും താപനിലയിലെ കുറവും അനുഭവപ്പെടും. വെള്ളിയാഴ്ച ഉച്ച മുതൽ ഞായറാഴ്ച വരെ കാലാവസ്ഥ കൂടുതൽ അസ്ഥിരമായിരിക്കുമെന്നും മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. പടിഞ്ഞാറൻ തെക്കൻ പ്രവിശ്യകളിലും മഴ ലഭിക്കും. കിഴക്കൻ മേഖലയിൽ നവംബർ 15 ശനിയാഴ്ച മുതൽ ഞായറാഴ്ച ഉച്ചവരെ മഴയും അസ്ഥിരമായ കാലാവസ്ഥയുമായിരിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. പൈലറ്റ് ഇല്ലാതെ സ്വയം നിയന്ത്രിച്ച് പറക്കുന്ന കാർഗോ വിമാനം പരീക്ഷിച്ച് UAE. ആദ്യമായാണ് UAE വികസിപ്പിച്ച ഹിലി എന്ന കാർഗോ വിമാനം പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയത്. വ്യാവസായികാടിസ്ഥാനത്തിൽ ചരക്ക് ഗതാഗതത്തിന് ഈ ആളില്ലാ വിമാനം ഉപയോഗിക്കുന്നതിനുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, ഒരു ചരിത്രമാണ് പിറന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? വ്യാവസായിക അടിസ്ഥാനത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ് UAE ആലോചിക്കുന്നത്? ധന്യ, UAE ആസ്ഥാനമായിട്ടുള്ള ലോഡ് എന്ന കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത്. ഈ വിമാനത്തിന് 250 കിലോ ഉള്ള ചരക്ക് വഹിച്ചുകൊണ്ട് 700 കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഹൈബ്രിഡാണ്. വേണമെങ്കിൽ ഇന്ധനത്തിലും മറ്റൊരു ഘട്ടത്തിൽ ബാറ്ററിയിലും ഉപയോഗിക്കാവുന്ന വിമാനമാണിത്. ഇത് ഇന്ന് വിജയകരമായി അലൈനിലാണ് പരീക്ഷിച്ചത്. അലൈനിലെ എമിറേറ്റ്സ് ഫാൽക്കൺ ഏവിയേഷൻ പോർട്ടിലാണ് ഇത് പരീക്ഷിച്ചത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചരക്ക് ഗതാഗതം 2 തുറമുഖങ്ങൾക്കിടയിൽ വേണമെങ്കിൽ സാധ്യമാകും എന്നുള്ളതാണ്. വിമാനത്താവളം വേണ്ടതില്ല. വേണമെങ്കിൽ മറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ഡെലിവറി എത്തിക്കാൻ തന്നെ ഈ വിമാനത്തിന് കഴിയും. ഹിലി എന്ന സ്വയം നിയന്ത്രണ വിമാനത്തെക്കുറിച്ചാണ് ഷിനോജ് വിവരിച്ചുകൊണ്ടിരുന്നത്. ചരക്ക് ഗതാഗതത്തിനാണ് ഇത് ഉപയോഗിക്കുക. വിമാനം പൈലറ്റ് ഇല്ലാതെ പറക്കുമെന്നതാണ് പ്രത്യേകത. കാർഗോ വിമാനത്തിന്റെ ആദ്യ പറക്കൽ പൂർണ്ണമായിരിക്കുന്നു. കൂടുതൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാമെന്ന പദ്ധതിയാണ് UAEയുടേത്. ഷിനോജ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. സൗദിയിലെ വാർഷിക പണപ്പെരുപ്പ നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നു. സെപ്റ്റംബറിലും ഒക്ടോബറിലും രേഖപ്പെടുത്തിയത് 2.2 പണപ്പെരുപ്പ നിരക്കാണ്. ഭവനം, ജലം, വൈദ്യുതി, ഗ്യാസ്, മറ്റിന്ധനങ്ങൾ എന്നിവയിലും വീട്ടുവാടകയിലും വിലക്കയറ്റമാണ് പണപ്പെരുപ്പത്തിന് കാരണം. ബജറ്റിലെ അധിക ചെലവിനെ തുടർന്നുള്ള നിയന്ത്രണങ്ങളും ഇതിന് കാരണമായെന്നാണ് വിലയിരുത്തൽ.
സൗദി അറേബ്യയിൽ കഴിഞ്ഞ 6-7 മാസമായി സമാനമായ രീതിയിൽ തന്നെ 2.2% മുതൽ 2.7% വരെയുള്ള നിരക്കിലാണ് പണപ്പെരുപ്പം തുടരുന്നത്. ഈ പണപ്പെരുപ്പത്തിന് വളരെ പ്രധാനപ്പെട്ട കാരണമായി സ്റ്റാറ്റിസ് അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നത് വീട്ടുവാടക വർധന, അതായത് അപ്പാർട്ട്മെന്റുകളുടെയും ഒപ്പം തന്നെ വില്ലകളുടെയും നിരക്കിലുണ്ടായ വർധന, ഇതിന്റെ വാടക വർധന, ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായ അമിതമായിട്ടുള്ള വിലയേറ്റം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിത്യോപയോഗ വസ്തുക്കളുടെ പ്രത്യേകിച്ച് പാചകവാതകം, ഒപ്പം തന്നെ വൈദ്യുതി, ഇതുൾപ്പെടെയുള്ള വിവിധ ഇനങ്ങളുടെ നിരക്കിലുണ്ടായ വർധനവാണ് ഈ പണപ്പെരുപ്പത്തിന് കാരണമായി സൗദിയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ നിത്യോപയോഗ വസ്തുക്കളുടെ വിലവർധനവാണ്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും സൃഷ്ടിക്കുന്നതാണ് ഈ പണപ്പെരുപ്പം എന്നുള്ളതാണ് ഈ കണക്കിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മാസങ്ങളായിട്ടുണ്ടായിരുന്ന വലിയ തോതിലുള്ള പണപ്പെരുപ്പത്തിന് കുറവ് വന്നതായും കഴിഞ്ഞ 2 മാസങ്ങളായി ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ പണപ്പെരുപ്പം നിലനിർത്താൻ സാധിച്ചതായും സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഏതായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതുമായ വിലയേറ്റം എന്ന് പറയുന്നത് വാടക മേഖലയിൽ ഉണ്ടായ നിരക്ക് വർധനയാണ്. ഇത് നേരിടാനായി നേരത്തെ റിയാദിൽ വാടക നിരോധന നിയമം 5 വർഷത്തേക്ക് നടപ്പാക്കിയിട്ടുണ്ട്. ഇത് ആവശ്യമെങ്കിൽ മറ്റ് പ്രൊഫഷനുകളിലേക്കും നടപ്പാക്കുമെന്നുള്ളതും റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി അറിയിച്ചിരുന്നു. ഈ ഒരു മേഖലയിലുള്ള ഈ റെന്റ് ഫ്രീസോട് കൂടി, അതായത് വാടക നിരക്ക് വർധന വിലക്കോട് കൂടി വരും മാസങ്ങളിൽ പണപ്പെരുപ്പത്തിൽ കുറവ് വരുമെന്നുള്ളതാണ് മന്ത്രാലയം നൽകുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. മറ്റൊന്ന് നിത്യോപയോഗ വസ്തുക്കളുടെ വിലയേറ്റമാണ്. ഇത് നേരിടാൻ ആവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതിയും ഉണ്ടാക്കുമെന്ന് സൗദിയിലെ അതോറിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സൗദിയുടെ ബജറ്റിൽ തന്നെ നേരത്തെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിന്റെ പ്രധാന ഘടകമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് വേണ്ട വിധം ഫണ്ട് വിപണിയിലേക്ക് എത്താത്തതിന്റെ ഒരു കാരണമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം സൗദി അറേബ്യ ഒരേ സമയം പ്രഖ്യാപിച്ച പലവിധ മെഗാ പ്രൊജക്റ്റുകളുണ്ട്. ഇതിലേക്ക് ഒരേ സമയം ഒന്നിച്ച് പണം എത്തിക്കുവാനുള്ള ഒരു പ്രയാസം നേരത്തെ തന്നെ വിവിധ മേഖലകളിലുള്ള റിയൽ എസ്റ്റേറ്റ് വകുപ്പുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇത് നേരിടാനായി വ്യത്യസ്ത മേഖലയിലൂടെ, പ്രത്യേകിച്ച് മതകാര്യ ടൂറിസം, അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്സ് മേഖല, ഇങ്ങനെ വ്യത്യസ്തമായ മേഖല വഴി പണം രാജ്യത്തെ ബജറ്റിലേക്ക് അല്ലെങ്കിൽ ഖജനാവിലേക്ക് എത്തിക്കുവാനുള്ള പദ്ധതി കൂടി ഇപ്പോൾ സാമ്പത്തിക വകുപ്പും ഒപ്പം തന്നെ എക്കണോമിക് ആൻഡ് പ്ലാനിംഗ് മിനിസ്ട്രിയും ഒരേ സമയം തന്നെ പ്ലാൻ ചെയ്യുകയും ഒപ്പം തന്നെ പദ്ധതി നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഈ പണപ്പെരുപ്പത്തിന്റെ തോത് വരും മാസങ്ങളിൽ കുറയുമെന്നുള്ള പ്രതീക്ഷയാണ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. നിത്യോപയോഗ വസ്തുക്കളുടെ വിലയിലും നേരത്തെ ഉണ്ടായിരുന്ന വർധനവ് അല്പം ശമനമെന്നതായിട്ട് മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം തന്നെ ഈ വൈദ്യുതി നിരക്ക്, അതോടൊപ്പം തന്നെ വാടക നിരക്ക്, അത് റിയാദ് ഒഴികെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ജിദ്ദ ഉൾപ്പെടെയുള്ള മേഖലയിലെല്ലാം തന്നെ ഈ വാടക നിരക്കിൽ കാര്യമായ മാറ്റമില്ല എന്നുള്ളതാണ് പുതിയ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റിയുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. $40 ലക്ഷം റിയാലിന്റെ ഭവന യൂണിറ്റ് വാങ്ങുന്നവർക്ക് സ്ഥിര താമസാനുമതി നൽകാൻ ഒരുങ്ങി സൗദി അറേബ്യ. അടുത്ത വർഷം തുടക്കത്തിലായിരിക്കും നിയമം പ്രാബല്യത്തിലാവുക. മലയാളികളടക്കമുള്ള വിദേശ നിക്ഷേപകർക്ക് പുതിയ നിയമം ഗുണം ചെയ്യും. സൗദിയിൽ വിദേശികൾക്ക് ആദ്യമായാണ് പൂർണ്ണ സ്വതന്ത്ര ഉടമസ്ഥാവകാശം നൽകാനൊരുങ്ങുന്നത്. 40 ലക്ഷം റിയാലിന്റെ ഭവന യൂണിറ്റ് വാങ്ങുന്നവർക്ക് സ്ഥിര ഇഖാമ അഥവാ സ്ഥിര താമസാനുമതി നൽകുന്നതാണ് പുതിയ നിയമം. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം. അടുത്ത വർഷം ജനുവരി 28 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. വിദേശികളുടെ ഉടമസ്ഥാവകാശം റിയാദ്, ജിദ്ദ, മക്ക, മദീന എന്നീ പ്രധാന നഗരങ്ങളിൽ പ്രത്യേക വ്യവസ്ഥയോടെയായിരിക്കും. മുനിസിപ്പൽ ഭവനകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിലെ റിയാദിൽ സയാമീസ് ഇരട്ടകളുടെ വേർപെടുത്തൽ വിജയകരമായി പൂർത്തിയാക്കി. ജമൈക്കൻ ഇരട്ടകളാണ് കിങ് സൽമാൻ റിലീഫ് കേന്ദ്രത്തിന് കീഴിൽ വേർപെടുത്തിയത്. കിങ് അബ്ദുള്ള ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ശസ്ത്രക്രിയ. അസാരിയ, അസൂറ എന്നീ ജമൈക്കൻ സയാമീസ് ഇരട്ടകളുടെ ശസ്ത്രക്രിയയാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. കിങ് അബ്ദുള്ള ചിൽഡ്രൻസ് സ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ശസ്ത്രക്രിയ. കിങ് സൽമാൻ റിലീഫ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് സെന്ററിന് കീഴിലുള്ള കോൺജോയിന്റ് ട്വിൻസ് സെപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് സഹായം. ഭരണാധികാരിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ശസ്ത്രക്രിയ നടപ്പാക്കിയത്. ഇരട്ടകളെ വേർപെടുത്തിയത് 3 പ്രധാന ഘട്ടങ്ങളിലായി പുരോഗമിച്ച ശസ്ത്രക്രിയയിലൂടെയായിരുന്നു. നെഞ്ച്, വയർ, കരൾ എന്നിവ ഒട്ടിയ നിലയിലായിരുന്നു ഇരട്ടകൾ.
മെഡിക്കൽ വിദഗ്ധർ, ഡോക്ടർമാർ, നഴ്സുമാർ, ടെക്നിക്കൽ സ്റ്റാഫ് എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ശസ്ത്രക്രിയ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളുടെ അമ്മ ആനന്ദക്കണ്ണീർ പൊഴിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. ജൂലൈ 28-നായിരുന്നു ഇരട്ടകൾ ചികിത്സയുടെ തയ്യാറെടുപ്പുകൾക്കായി സൗദിയിലെത്തിയത്. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 152 ഇരട്ടകൾക്ക് പുതുജീവിതം പകരാൻ സൗദിയുടെ സന്മനസ്സനായിട്ടുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ആദ്യമായി കൃത്രിമ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഒമാൻ. മസ്കറ്റിലെ റോയൽ ആശുപത്രിയിലായിരുന്നു 4 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ. രോഗിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മസ്കത്തിലെ റോയൽ ഹോസ്പിറ്റലിലാണ് രാജ്യത്ത് ആദ്യമായി കൃത്രിമ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. ഹോസ്പിറ്റലിലെ നാഷണൽ ഹാർട്ട് സെന്ററിൽ ഒമാനി മെഡിക്കൽ സംഘമാണ് ഗുരുതരമായ ഹൃദയ സംബന്ധമായ അസുഖം ബാധിച്ച രോഗിയിൽ കൃത്രിമ ഹൃദയം വെച്ചുപിടിപ്പിച്ചത്. ഡോക്ടർ വലീദ് ബിൻ അൽബാദി, ഡോക്ടർ ഖാസിം ബിൻ സാലിഹ് അൽ അബ്രി എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. 4 മണിക്കൂർ നീണ്ടതായിരുന്നു ശസ്ത്രക്രിയ. ആരോഗ്യനില മെച്ചപ്പെട്ട രോഗിക്ക് ഹോസ്പിറ്റലിൽ വിടാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേക കാർഡിയാക് സംഘത്തിന്റെ മേൽനോട്ടത്തിൽ അവർ തുടരും. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം കൂടുതൽ കാര്യക്ഷമമായി പമ്പ് ചെയ്യാൻ സഹായിക്കുന്നതിനായി ഹൃദയത്തിന്റെ ഇടതുവശത്താണ് കൃത്രിമ ഹൃദയ ഉപകരണം സ്ഥാപിച്ചതെന്ന് റോയൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് കാർഡിയാക് സർജൻ ഡോക്ടർ ബാദി അറിയിച്ചു. ഒമാന്റെ ആരോഗ്യരംഗത്ത് ഗണ്യമായ പുരോഗതിയാണ് ഇത് വ്യക്തമാക്കുന്നത്. മീഡിയ 1, മസ്കത്ത്. സൗദിയിൽ ബലദിയ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചുള്ള പദ്ധതിക്ക് വമ്പൻ പ്രതികരണം. പദ്ധതിയുടെ ഭാഗമാകാൻ ഒരാഴ്ചക്കിടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് 13,000-ലധികം പേരാണ്. രജിസ്റ്റർ ചെയ്തവരിൽ 5,000 പേർ പരിശീലനവും നേടി. മുനിസിപ്പൽ നിയമലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴയുടെ 25% പ്രതിഫലം ഓഫർ ചെയ്യുന്നതാണ് പദ്ധതി. മുനിസിപ്പൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതുവഴി ഈടാക്കുന്ന പിഴയുടെ 25% ഓഫർ ചെയ്യുന്നതാണ് ഈ പദ്ധതി. നികുതി ചോർച്ച, സാമ്പത്തിക അഴിമതി, നഗരത്തിലെ അനധികൃത നിർമ്മാണം, മാലിന്യ സംസ്കരണം, അഴിമതി തുടങ്ങിയ മേഖലകളിൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പ്രതിഫലം കൈപ്പറ്റാം. ദ സർട്ടിഫൈഡ് മോണിറ്റർ എന്ന പേരിൽ മുനിസിപ്പൽ മന്ത്രാലയം പ്രഖ്യാപിച്ച പദ്ധതിക്ക് വമ്പൻ പ്രതികരണം. പദ്ധതിയുടെ ഭാഗമാകുന്നതിന് ഒരാഴ്ചക്കിടെ 13,000-ലധികം പേർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായി മന്ത്രാലയം വെളിപ്പെടുത്തി. ഇവരിൽ 5,000 പേർ ഇലക്ട്രോണിക് പരിശീലനവും പൂർത്തിയാക്കി കഴിഞ്ഞു. ഒപ്പം പ്ലാറ്റ്ഫോം വഴി 2,000-ലധികം നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയും ഇതിനകം ലഭിച്ചു കഴിഞ്ഞതായും മന്ത്രാലയം വെളിപ്പെടുത്തി. മുനിസിപ്പൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതുവഴി ഈടാക്കുന്ന പിഴയുടെ 25% ഓഫർ ചെയ്യുന്നതാണ് പദ്ധതി. നികുതി ചോർച്ച, സാമ്പത്തിക അഴിമതി, നഗരത്തിലെ അനധികൃത നിർമ്മാണം, മാലിന്യ സംസ്കരണം, അഴിമതി തുടങ്ങിയ മേഖലകളിലെ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പ്രതിഫലം കൈപ്പറ്റാം. സർട്ടിഫൈഡ് മോണിറ്ററായ സ്വദേശികൾക്കാണ് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാവുക. റിപ്പോർട്ടിംഗിന്റെ കൃത്യത ഉറപ്പുവരുത്തിയാണ് പ്രതിഫലവും ലഭ്യമാക്കുക. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ മീഡിയ 1 സംഘടിപ്പിക്കുന്ന മീഡിയ 1 മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന് നാളെ ദമാമിൽ തുടക്കമാകും. 10+2 പരീക്ഷകളിൽ 90%-ലേറെ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെയാണ് രക്ഷിതാക്കളുടെയും പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ ആദരിക്കുക. ശനിയാഴ്ച റിയാദിലും അടുത്തയാഴ്ച ജിദ്ദയിലും മബ്രൂക്ക് എത്തും. വീണ്ടും വിദ്യാർത്ഥികളുടെ വിജയനേട്ടം സൗദിയിൽ ആഘോഷിക്കാനൊരുങ്ങുകയാണ് മീഡിയ 1. നാളെ ദമാം ലുലുവാണ് വേദി. ശനിയാഴ്ച റിയാദ് മലസിലെ ലുലുവും വേദിയാകും. 2 ഇടങ്ങളിലുമായി 100 കണക്കിന് വിദ്യാർത്ഥികൾ ആദരവ് ഏറ്റുവാങ്ങും. ഇതിനായുള്ള രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഈ മാസം 21-ന് ജിദ്ദയിലും മബ്രൂക്ക് എത്തും. ഇവിടേക്കുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ്. 3 ഇടങ്ങളിലും സൗദി മന്ത്രാലയ ഉദ്യോഗസ്ഥരും അക്കാദമിക രംഗത്തെ പ്രമുഖരും വിദ്യാർത്ഥികളെ ആദരിക്കും. യാംബുവിൽ ഈ വർഷത്തെ മികച്ച ജേതാക്കളെ നേരത്തെ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിലൂടെ ആദരിച്ചിരുന്നു. മീഡിയ 1, റിയാദ്. UAE-യിൽ ബിസിനസ് ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവമായ കണ്ണൂർ സ്വദേശി ഹാരിസ് അഹമ്മദ് എഴുതിയ ഓർമ്മകളിലെ ചിരാത് എന്ന പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. മൺവിളക്ക് പോലെ തുരുമ്പെടുക്കാത്ത ചിന്തകൾ എന്ന അടിക്കുറിപ്പോടെയുള്ള കുറിപ്പുകളാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. എൻ്റെ പേര് ഹാരിസ് അഹമ്മദ്, കണ്ണൂരിൽ നിന്നാണ്. ഓർമ്മകളിലെ ചിരാത് എന്ന ഈ 2ാമത്തെ പുസ്തകമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വന്ന് ജീവിച്ചു വന്ന പരിസരങ്ങളിൽ അനുഭവിച്ച കുറേ വിഷയങ്ങളാണ്.
അതിൽ കുറേ ദുഃഖങ്ങളുണ്ട്, കുറേ പ്രതിസന്ധികളുണ്ട്, കുറേ പാഠങ്ങളുണ്ട്. ഞാൻ കുറേ ആയിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതാറുള്ള കുറേ വിഷയങ്ങളാണ്. അപ്പോൾ സുഹൃത്തുക്കളായ കുറേ ആളുകൾ പറഞ്ഞു ഇതിങ്ങനെ ശൂന്യതയിലേക്ക് പോകാനുള്ളതല്ല, അതൊരു ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകത്തിലേക്കുള്ളൊരു പ്രചോദനമായത്. ഓർമ്മക്കുറിപ്പുകളാണോ കഥകളാണോ? ഓർമ്മക്കുറിപ്പുകളിലെ കഥയല്ല, ഇത് ഒരു മൈൻഡ് ബ്ലോയിങ് തോട്ട്സ് എന്ന് പറയാം നമുക്ക്. അതായത് നമുക്കിതിൽ ഉണ്ടാകുന്ന കുറേ മോട്ടിവേഷൻസാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് അതിനെ എങ്ങനെ തരണം ചെയ്തു പോകാം എന്നൊക്കെയുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഓരോ ക്ലസ്റ്ററുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് വായനക്കാർക്ക് വളരെ ഹൃദ്യമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആർക്കും ഉപയോഗപ്പെടുത്താവുന്ന ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ വളരെ താല്പര്യപൂർവ്വമാണ് രാഹുൽ ഈശ്വർ ഇതിൻ്റെ അവതാരിക എഴുതി തന്നിരിക്കുന്നത്. അദ്ദേഹം വളരെ നല്ല കമൻറ്റാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യകുലത്തിന്റെ പരിണാമത്തെക്കുറിച്ച് ഒറ്റപ്പാലം സ്വദേശി ബിൻഷാദ് കുളമ്പിൽ എഴുതിയ സോങ്സ് ഓഫ് ഹ്യൂമൻസ് എന്ന ഇംഗ്ലീഷ് പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ TD രാമകൃഷ്ണനാണ് പ്രകാശനം നിർവഹിച്ചത്. ഡോക്ടർ വേണു ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. പേര് ബിൻഷാദ് കുളമ്പിൽ, നാട് ഒറ്റപ്പാലം. പുസ്തകത്തിൻ്റെ പേര് സോങ് ഓഫ് ഹ്യൂമൻസ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സംഗീതം ആസ്വദിക്കുന്നവരാണ് മനുഷ്യന്മാർ. നമ്മൾ മനുഷ്യൻ്റെ സംഗീതത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു എവല്യൂഷൻ, അവർ ഡെവലപ്പ് ചെയ്ത് വന്ന കാലാന്തരങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനതൊരു വ്യത്യസ്തമായ രീതിയിൽ പറയാമെന്ന് വിചാരിച്ചാണ് എഴുതി തുടങ്ങിയത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പാർട്ടാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ പാർട്ടിൽ മെയിനായിട്ട് വരുന്നത് എവല്യൂഷൻ്റെ ഇവോൾവ്, പിന്നെ വിശ്വാസങ്ങളുടെ എവല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് മതങ്ങളുടെ ആവിർഭാവനം ഉണ്ടായത്, അതുപോലെ തന്നെ ഫെയ്ത്സും കൾച്ചേഴ്സും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത്. ഇതിലേറ്റവും ടഫായിട്ട് എഴുതിയൊരു പാർട്ട് വരുന്നത് ക്ലാസ് എന്ന് പറയുന്ന ഒരു എവല്യൂഷൻ ഉണ്ട്. ക്ലാസ് എന്ന് പറയുന്ന എവല്യൂഷൻ, നമ്മൾ ഈ ജാതി അല്ലെങ്കിൽ വിവേചനം എന്നൊക്കെ പറയുന്ന സാധനം, അതിൻ്റെ റൂട്ട് കോസ് എവിടെയെന്നുള്ളതിനെക്കുറിച്ചാണ് പുസ്തകം മെയിനായിട്ട് പറയുന്നത്. ഈ പുസ്തകം അതായത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫിക്ഷൻ അല്ല. അതായത് ഈ പുസ്തകം ഞാൻ എഴുതിയിട്ടുള്ളത് എൻ്റെ മക്കളോട് കഥ പറയുന്നത് പോലെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ മക്കളോടല്ല, എല്ലാ ഇനി വരുന്ന തലമുറകളും അവരറിയേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ഗാഡ്ജറ്റ്സും മറ്റു കാര്യങ്ങളും മാത്രമായിട്ട് ജീവിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് അവരെന്താണ് മനുഷ്യൻ, എങ്ങനെയാണ് നമുക്ക് മുന്നേ നടന്നവർ, അതായത് അവരുടെ സംസ്കാരങ്ങൾ എങ്ങനെയാണ് കൂടി യോജിപ്പിച്ചത്, അത് എങ്ങനെ നമുക്കുണ്ടായി, ഇതിനെക്കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് ഈ പുസ്തകം പറയുന്നത്. കവിതയ്ക്ക് മരുന്നാകാൻ കഴിയുമോ? കഴിയുമെന്നാണ് ഷാർജ ബുക്ക് അതോറിറ്റി പറയുന്നത്. രോഗങ്ങൾക്ക് കവിത മരുന്നായി നൽകുന്ന ഒരു ഫാർമസി തന്നെ ഷാർജ പുസ്തകമേളയിൽ തുറന്നിട്ടുണ്ട്. പോയട്രി ഫാർമസിയുടെ വിശേഷങ്ങൾ കാണാം. ഷാർജ പുസ്തകമേളയിൽ ഇങ്ങനെയൊരു ഫാർമസി ഉണ്ട്. ഒരു പുസ്തകമേളയിൽ ഫാർമസിക്കും മരുന്നിനൊക്കെ എന്ത് കാര്യം എന്ന് നമുക്ക് തോന്നാം. എന്തായാലും ഇത് പോയട്രി ഫാർമസിയാണ്. കവിതകളെ മരുന്നായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. പല വിഷമങ്ങൾക്ക്, പല മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കവിത ഒരു പരിഹാരമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ഫാർമസി. നമുക്ക് അകത്ത് ചെന്നാൽ 8 തരം മരുന്നുകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പ്രാഥമിക ചികിത്സയ്ക്കുള്ളതുണ്ട്, മനസ്സിനെ ശാന്തമാക്കുന്നതിനുള്ളതുണ്ട്, സ്നേഹത്തിനുള്ളതുണ്ട്, സന്തോഷത്തിനുള്ളതുണ്ട്. അങ്ങനെ പലതരം മരുന്നുകളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത്. നമ്മൾ പണം കൊടുത്താൽ തന്നെ ഈ മരുന്ന് കിട്ടുള്ളൂ. ഈ ചെറിയ മരുന്നിനൊക്കെ 45 ദിർഹവും വലിയ പുസ്തകങ്ങൾക്ക് 65 ദിർഹമാണ് ഇതിൻ്റെ വില. ഈ മരുന്ന് നമ്മൾ ഗുളിക രൂപത്തിലുള്ള തുറന്നു നോക്കിയാൽ നമുക്ക് പലതരത്തിലുള്ള കവിതകൾ അകത്ത് നിന്ന് വായിക്കാൻ കഴിയും. ഇത് മാനസികമായി നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്നാണ് പറയുന്നത്. പല ഗുളിക രൂപത്തിൽ ആണ് ഇത് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഷാർജ ബുക്ക് അതോറിറ്റി തന്നെയാണ് ഈ ഫാർമസി നടത്തുന്നത്. വളരെ വ്യത്യസ്തമായി കവിതയെ സമീപിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പോയട്രി ഫാർമസി. ആർക്കെങ്കിലും എന്തെങ്കിലും മാനസികമായ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്പം ധൈര്യം ആവശ്യമുണ്ട് എങ്കിൽ ഒക്കെ ഇവിടുത്തെ കവിതകൾ ആ ധൈര്യം വീണ്ടെടുക്കുന്നതിനും സന്തോഷം വീണ്ടെടുക്കുന്നതിനും സഹായിക്കുമെന്നാണ് ഈ ഫാർമസിയിലുള്ള നഴ്സുമാരൊക്കെ പറയുന്നത്. യാസർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ.
എഴുത്തുകാരൻ ജഹാംഗീർ ഇളയേടത്തിന്റെ 2 രചനകൾ ഷാർജ പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. കളം നിറഞ്ഞൊഴുകി തനുശ്രീ എന്ന ചെറുകഥാ സമാഹാരം സംവിധായകൻ തമർ പുറത്തിറക്കി. കവി അനൂപ് ചന്ദ്രൻ ആദ്യ കോപ്പി സ്വീകരിച്ചു. അലുമിനി പോർട്ടൽ എന്ന ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരം ചരിത്രകാരൻ KKN കുറുപ്പ് പ്രകാശനം ചെയ്തു. അർഷാദ് ബത്തേരി ആദ്യ കോപ്പി സ്വീകരിച്ചു. എഴുത്തുകാരൻ ഷാജി ഹനീഫ്, ഫൈസൽ CP തുടങ്ങിയവർ പങ്കെടുത്തു. ഹജ്ജിനും ഉംറയ്ക്കും എത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി മികച്ച മുന്നൊരുക്കമാണ് ഓരോ വർഷവും ഭരണകൂടം നടത്താറുള്ളത്. ഈ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന വിവിധ സംവിധാനങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ സംഘടിപ്പിച്ച ഹജ്ജ് ഉംറ എക്സ്പോ. റോബോട്ടുകളെ ഉപയോഗിച്ച് സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന ക്രമീകരണങ്ങളായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട പവലിയൻ. അതിന്റെ വിശേഷങ്ങൾ കാണാം. ലക്ഷോപലക്ഷം തീർത്ഥാടകരെത്തുന്ന പുണ്യനഗരങ്ങളുടെ സുരക്ഷ എങ്ങനെയെന്ന് കാണിക്കുകയാണ് പ്രദർശനം. തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള റോബോട്ട് എല്ലാ വിവരങ്ങളും ചോദിച്ചറിയാം. ഹജ്ജിലേക്ക് നുഴഞ്ഞുകയറുന്നവരെ പിടികൂടാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണിവ. 90 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ അനധികൃത തീർത്ഥാടകരെ കണ്ടെത്താനാകും. യുദ്ധമേഖലകളിൽ ഉപയോഗിക്കുന്ന പിയ പെട്രോൾ മിടുക്കൻ റോബോട്ട് ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ്. ഇവന് മലയും മരുഭൂമിയും താണ്ടി സ്ഫോടക വസ്തുക്കളെ വരെ കണ്ടെത്താനാകും. സംശയാസ്പദ വസ്തുക്കളെ പരിശോധിക്കുവാനും ഹജ്ജിൽ ഇവയെ ഉപയോഗിക്കുന്നു. തീർത്ഥാടകർ തിങ്ങി നിറയുമ്പോൾ വായുമലിനീകരണം കണ്ടെത്താനുള്ള ഉപകരണം. എയർപോർട്ടുകളിൽ ഉപയോഗിക്കാറുള്ള ഓൺ അറൈവൽ വിസ പ്രിന്റ് ചെയ്യുന്ന ഡിവൈസ്. രോഗികൾക്കും പ്രായമായവർക്കുമായി ഇക്കാമ ഉൾപ്പെടെ പ്രിന്റ് മൊബൈൽ ഉപകരണം. വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ ചേർന്നാണ് പവലിയന്റെ രൂപകൽപ്പന. ഇംഗ്ലീഷിലും അറബിയിലും സന്ദർശകർക്കായി ഇവർ വിവരിച്ചു നൽകും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 30ാം പതിപ്പ് അടുത്ത വർഷം മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെ നടക്കും. മേളയുടെ നടത്തിപ്പിനായുള്ള ആദ്യ തയ്യാറെടുപ്പാണ് മസ്കറ്റിൽ നടക്കുന്നത്. വാർത്താവിനിമയ മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ഹറാസി അധ്യക്ഷത വഹിച്ചു. മേള വികസിപ്പിക്കുന്നതിനും സംഘടനാ നിലവാരം ഉയർത്തുന്നതിനുമുള്ള പ്രാരംഭ തയ്യാറെടുപ്പുകളും നിർദ്ദേശങ്ങളും കമ്മിറ്റി ചർച്ച ചെയ്തു. 30ാമത് പതിപ്പിൽ അൽ വുസ്ത ഗവർണറേറ്റ് ആയിരിക്കും അതിഥി ഗവർണറേറ്റ്. വാഹനഫ്രെയിമുകളിൽ തൂണുകളോ നീട്ടിയ വസ്തുക്കളോ വെക്കരുതെന്ന് റോയൽ ഒമാൻ പോലീസ്. ഇത്തരം പെരുമാറ്റം ഗതാഗത നിയമങ്ങളുടെ ലംഘനമാണെന്ന് റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു. എല്ലാ ഡ്രൈവർമാരും സ്വന്തം സുരക്ഷയും മറ്റു റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ ഗതാഗത നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ROP അഭ്യർത്ഥിച്ചു. റൂബി മലയാളി അസോസിയേഷൻ വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന RMA കിച്ചൺ മാസ്റ്റേഴ്സ് 2025 മത്സരത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. RMA പ്രസിഡന്റ് ഫൈസൽ ആലുവ അധ്യക്ഷത വഹിച്ചു. മണികണ്ഠൻ, ഡോക്ടർ മുജീബ് അഹമ്മദ്, സന്തോഷ് KR തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം വനിതകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ മികച്ച 10 പേരെ വിജയികളായി തെരഞ്ഞെടുത്ത് ആകർഷകമായ സമ്മാനങ്ങൾ നൽകും. പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന തുക പ്രവാസികളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. ഖത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ഇവന്റുകളിലൊന്നായ മീഡിയ 1 ദോഹ റൺ ഡിസംബർ 26-ന് ഇവന്റിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ഖത്തർ കായിക മന്ത്രാലയത്തിന്റെയും ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷന്റെയും സഹകരണത്തോടെയാണ് റൺ അരങ്ങേറുന്നത്. ദോഹ റണ്ണിന്റെ 3ാമത്തെ എഡിഷനാണ് ഇത്തവണത്തേത്. ലുസൈലിലെ മൾട്ടിപർപ്പസ് അറീനയിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുള്ള അൽ ദോസരിയാണ് മീഡിയ 1 ദോഹ റണ്ണിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തത്. മീഡിയ 1 CEO മുഷ്താഖ് അഹമ്മദ്,
GCC ജനറൽ മാനേജർ സവാബ് അലി, QSFA മീഡിയ വിഭാഗം മേധാവി യൂസുഫ് സുവൈല, ഔവാദ് അൽ ഷംരി, ഇല്യാസ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രകാശനം. റണ്ണിൻ്റെ 3ാം പതിപ്പിൻ്റെ ഭാഗമാകുന്നതിൽ അതിയായ ആഹ്ലാദമുണ്ടെന്ന് അബ്ദുള്ള അൽ ദോസരി പറഞ്ഞു. سعداء اليوم للإعلان عن النسخة الثالثة من سباق ميديا بالتعاون مع ميديا وان لإطلاق هذا السباق المميز. السباق هذا إن شاء الله بيكون في حديقة البدع، نستهدف إن شاء الله مشاركة أكثر من 800 مشارك في هذا السباق، مسافات مختلفة 800 متر، 2.5، 5 كيلو، 10 كيلو. للسنة الثالثة على التوالي نكمل التعاون مع ميديا وان للتعاون في إقامة هذا السباق المميز. ദോഹ അൽപിദ പാർക്കിലാണ് റൺ അരങ്ങേറുക. ലോകത്തുടനീളമുള്ള ഓട്ടക്കാരെ സ്വീകരിക്കാൻ മീഡിയ വൺ സജ്ജമാണെന്ന് CEO മുഷ്താഖ് അഹമ്മദ് വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ദോഹ റണ്ണിൻ്റെ സെക്കൻഡ് എഡീഷനിൽ 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 600-ലധികം പ്രതിനിധികളാണ് പങ്കെടുത്തിരുന്നത്. ഇപ്രാവശ്യം കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള വളരെ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന രൂപത്തിൽ വളരെ വിപുലമായി നടത്തുവാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. റൺ ടുഗദർ റൈസ് ടുഗദർ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഇത്തവണയും റൺ അരങ്ങേറുന്നത്. ഇവന്റിന്റെ രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. ഖത്തർ സ്പോർട്സ് ഫോർ ആൾ ഫെഡറേഷന്റെ ആപ്ലിക്കേഷൻ വഴി റണ്ണിന് രജിസ്റ്റർ ചെയ്യാം. മുതിർന്നവർക്കായി 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 2.5 കിലോമീറ്റർ കാറ്റഗറികളിലാണ് മത്സരം നടക്കുക. 7 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ളവർക്കായി 2.5 കിലോമീറ്ററിൻ്റെ ജൂനിയർ കാറ്റഗറി, 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി 800 മീറ്ററിൻ്റെ മിനി കിഡ്സ് കാറ്റഗറി മത്സരങ്ങളും അരങ്ങേറും. മീഡിയ വൺ, ദോഹ. അൽറായ് ഫ്രൈഡേ മാർക്കറ്റിലെ സീസണൽ ഗുഡ്സ് സ്റ്റാളുകൾക്കായി അപേക്ഷ സ്വീകരിക്കൽ ആരംഭിച്ചതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. പൊതുമാർക്കറ്റ് ബൈലോ പ്രകാരം സ്റ്റാളുകൾ 6 മാസത്തേക്ക് സ്വദേശി പൗരന്മാർക്ക് ഉപയോഗിക്കാം. ആവശ്യമായ രേഖകളുമായി ഷുവേ ക്യാപിറ്റൽ ഗവർണറേറ്റ് ബ്രാഞ്ചിൽ നവംബർ 16 മുതൽ 20 വരെ അപേക്ഷ സമർപ്പിക്കണം. ഇതിന് മുൻപോ ശേഷമോ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. സ്റ്റാൾ അനുവദിക്കുന്നതിനായി ഡിസംബർ 8-ന് അൽറായ് മാർക്കറ്റിൽ പൊതുലേലം നടക്കും. കുവൈത്തിലെ വാഹന വർക്ക്ഷോപ്പുകളിൽ ശബ്ദ നിയന്ത്രണ പരിശോധന ശക്തമാക്കി. ഷുബൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ വാഹന വർക്ക്ഷോപ്പുകളിൽ ശബ്ദ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ചായിരുന്നു സംയുക്ത പരിശോധന. വാഹനങ്ങളിൽ അമിത ശബ്ദം സൃഷ്ടിക്കുന്ന എക്സോസ്റ്റ് സിസ്റ്റങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും സംഘങ്ങൾ പരിശോധിച്ചു. പരിശോധനയിൽ 75 ട്രാഫിക് ലംഘനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 30ാം പതിപ്പ് അടുത്ത വർഷം മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെ നടക്കും. മേളയുടെ നടത്തിപ്പിനായുള്ള ആദ്യ തയ്യാറെടുപ്പ് യോഗം മസ്കറ്റിൽ നടന്നു. വാർത്താവിനിമയ മന്ത്രിയും കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ഹറാസി അധ്യക്ഷത വഹിച്ചു. മേള വികസിപ്പിക്കുന്നതിനും സംഘടനാ നിലവാരം ഉയർത്തുന്നതിനുമുള്ള പ്രാരംഭ തയ്യാറെടുപ്പുകളും നിർദ്ദേശങ്ങളും കമ്മിറ്റി ചർച്ച ചെയ്തു. പരിചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈത്തിൽ ഡമാസ്കസ് സ്ട്രീറ്റിനും 3rd റിംഗ് റോഡിനും ഇടയിലുള്ള റോഡ് താൽക്കാലികമായി അടച്ചിടും. നടപടി റോഡ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഈ മാസം 19 വരെ അടച്ചിടൽ തുടരും. കുവൈത്തിൽ പകൽ മിതമായ ചൂടും രാത്രി തണുപ്പും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പകൽ 29 മുതൽ 31 ഡിഗ്രി സെൽഷ്യസും രാത്രി 10 മുതൽ 12 ഡിഗ്രി സെൽഷ്യസും വരെ താപനില രേഖപ്പെടുത്തും. 2025-26 ശൈത്യകാല ക്യാമ്പിംഗ് സീസണായി രാജ്യത്ത് 11 ക്യാമ്പ് സൈറ്റുകൾ ഒരുക്കിയതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി. വടക്കൻ മേഖലയിലെ 7 സ്ഥലങ്ങളിലും തെക്കൻ മേഖലയിൽ 4 സ്ഥലങ്ങളിലും ക്യാമ്പ് സൈറ്റുകൾ. അപേക്ഷകൾ നവംബർ 15 മുതൽ വെബ്സൈറ്റ് വഴി സ്വീകരിക്കും. അംഗരാജ്യങ്ങളിൽ യാത്ര സുഗമമാക്കുന്ന വൺ സ്റ്റോപ്പ് യാത്രാ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി GCC. പദ്ധതിയുടെ ആദ്യഘട്ട പൈലറ്റിനായി UAEയും ബഹ്റൈനും തെരഞ്ഞെടുക്കപ്പെട്ടു. സൗദിയിൽ 4ാമത് ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി പ്രഖ്യാപിച്ചു. ഉച്ചകോടി 2026 സെപ്റ്റംബറിൽ റിയാദിൽ. അവയവദാന ക്യാമ്പയിനുമായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം. നവംബർ 13 മുതൽ 15 വരെ സീബിലെ ദി വില്ലേജിൽ വൈകുന്നേരം 5 മുതൽ രാത്രി 10 വരെ ക്യാമ്പയിൻ നടക്കും. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം.
credits presented by ABC Cargo and Courier, #1 in GCC. powered by അൽ അൻസാരി എക്സ്ചേഞ്ചിലൂടെ പണം അയക്കൂ, വിജയിക്കൂ. ജെറ്റോ T1 കാർ. Taste happiness. Uncle J's Cornflakes. In association with Al Rahi കറിപ്പൊടികൾ ചേർക്കൂ, പാചകം എളുപ്പമാക്കൂ. Al Rahi, taste of delights. Hot Pack. We never let you down. STC Bank. One app that takes you further. Mercado, delight in every bite. ആരും കൊതിച്ചു പോകും. വിൻസ്മേറ 100% ഉടമസ്ഥതയിൽ സൗദിയിൽ നിക്ഷേപകനാകാം. ബിസപ്പ് അറേബ്യ, ജിദ്ദ. Impex Smart Air Fryer. It's bigger, smarter and faster. Impex ഉണ്ടെങ്കിൽ ആരും സ്റ്റാർ ആകും. രുചികരമായ ഭക്ഷണം അത് മനസ്സുകളെ ഒന്നാക്കും. നെല്ലറ. ABC Cargo and Courier, #1 in GCC. KP Chai, blending happiness. For the first time in Qatar, the biggest Bollywood event, Peace Homes Development presents Salman Khan live in Qatar. The Bantur Reloaded, powered by Baladna, platinum sponsor, Qatar Calendar, printing partner, Dream Printers, an extraordinary lineup of Bollywood's biggest superstar, Salman Khan, along with him, Jacqueline Fernandez, Prabhu Deva, Tamanna Bhatia, Sunil Grover, Stebin Ben and Manish Paul. On 14th November 2025, Asian Town Amphitheatre. Tickets available at all Lulu hypermarkets, online ticketing partners, qtickets.com, Virgin Megastore, Platinum List and S-City. An event by Orbit Events, Studio Craft, Amlark and Rami Productions International. ABC Cargo and Courier, #1 in GCC. STC Bank. Send your international transfer instantly anywhere. രുചികരമായ ഭക്ഷണം ഇനി നിമിഷങ്ങൾക്കുള്ളിൽ. അൽ റാഹി കറിപ്പൊടികൾ ചേർക്കൂ, പാചകം എളുപ്പമാക്കൂ. അൽ റാഹി, ടേസ്റ്റ് ഓഫ് ഡിലൈറ്റ്സ്. ബീഹാറിൽ ക്ലൈമാക്സ്. വേഗതയും കൃത്യതയും ഒന്നിക്കുന്ന പോരാട്ടഫലമറിയാം. വാരാണസിക്കാർ തന്നെ മോദിക്ക് മറുപടി നൽകുകയാണോ? അധികാരം മാറി മറിയാൻ പോകുന്നുണ്ടോ? ഒരു ഘട്ടത്തിൽ പോലും വിട്ടുവീഴ്ചയില്ലാതെ ഒരുപാട് സംസ്ഥാനങ്ങളുടെ കഥ പറയാനുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ആദ്യമറിയാം മീഡിയ 1-ൽ. പട്ന യുദ്ധം നാളെ രാവിലെ 6 മുതൽ. മീഡിയ 1, ദ ഇലക്ഷൻ എക്സ്പേർട്ട്. ഖത്തറിൽ ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ നേതൃത്വം നൽകുന്ന ബോളിവുഡ് മെഗാ ഷോ ദ ബാങ്ക് ദ ടൂർ റീലോഡഡ് നാളെ നടക്കും. ദോഹയിൽ ഏഷ്യൻ ടൗൺ ആംഫി തിയേറ്ററിൽ വൈകിട്ട് 7:30 മുതലാണ് പരിപാടി. ജാക്വലിൻ ഫെർണാണ്ടസ്, പ്രഭുദേവ, തമന്ന ഭാട്ടിയ, കൊമേഡിയൻ സുനിൽ ഗ്രോവർ, മനീഷ് പോൾ, സ്റ്റെബിൻ ബെൻ തുടങ്ങിയവരുടെ ഷോയും ഇതിന്റെ ഭാഗമാകും. ദോഹയിൽ വിദേശികളടക്കമുള്ളവർക്ക് മുമ്പിൽ ഷോ അവതരിപ്പിക്കാനാകുന്നതിൽ അതീവ സന്തോഷമുണ്ടെന്ന് സൽമാൻ ഖാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മീഡിയ 1 പരിപാടിയുടെ മാധ്യമ പങ്കാളിയാണ്. യുഎഇയിലെ പ്രമുഖ റെസ്റ്റോറന്റ് ബ്രാൻഡായ KP ചായയുടെ പുതിയ ബ്രാഞ്ച് ദുബായ് എയർപോർട്ട് ഫ്രീസോർ മെട്രോ സ്റ്റേഷന് സമീപം തുറക്കുമെന്ന് സംരംഭകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KP ചായയുടെ 31ാമത് ശാഖയാണ് ഗിസൈസ് ഷൈ കോളനിയോട് ചേർന്ന് തുറക്കുക. MD KP മുഹമ്മദിന്റെ മാതാപിതാക്കളായ KP അബ്ദുള്ള ഹാജി, KP അലീമ ഹജ്ജുമ എന്നിവർ ശനിയാഴ്ച ഉദ്ഘാടനം നിർവഹിക്കും. KP ചായ വിവിധ നഗരങ്ങളിൽ പോക്കോ മാതൃകയിൽ ഫ്രാഞ്ചൈസി അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഗ്രൂപ്പ് അധികൃതർ പറഞ്ഞു. ഡയറക്ടർമാരായ ആഷിഖ് KP, റിയാസ് KP, ഡിവിഷൻ ജനറൽ മാനേജർ ബൈജു വിശ്വംഭരൻ, ഓപ്പറേഷൻ മാനേജർ സിറാജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തലത്തിലേക്ക് നമ്മളെ KP ചായനെ എത്തിച്ച് നമ്മളെ ലൊക്കേഷൻ തന്നെയാണ്.
ഗോൾസൂക്കിൽ 3-4 ഔട്ട്ലെറ്റ് നമ്മൾ ഇട്ടല്ലോ, അവിടെ വിദേശികളും മറ്റൊക്കെ വന്നിട്ട് അവിടെ നിന്നാണ് കൂടുതൽ ഈ ഫ്രാഞ്ചൈസി എൻക്വയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് തീരെ താല്പര്യമില്ലാത്തതായിരുന്നു ഫ്രാഞ്ചൈസി. കാരണം നമ്മുടെ ബ്രാൻഡ് ആരെങ്കിലും എടുത്ത് ചെയ്ത് പൈസ ഉണ്ടാവും, ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ എടുത്ത് ചെയ്തിട്ട് ബ്രാൻഡിന് പേരുദോഷം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മളത് ഡിലേ ആക്കിയത്. ഇപ്പോഴാണ് നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കോ മെത്തേഡ് നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ റെസിപ്പി ആയാലും മറ്റ് സ്റ്റാൻഡേർഡ്സ് ആയാലൊന്നും മാറുകയില്ലല്ലോ. ആ രീതിയിലാണ് നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഫൈനലായിട്ടില്ല, സൂൺ. മെറിൻ ഗതാഗത മന്ത്രാലയം രാജ്യത്തുടനീളം സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പൈലറ്റ് ഘട്ടം ആരംഭിച്ചു. അടുത്ത മാസം അവസാനത്തോടെ ബഹ്റൈനിലാകെ 500 സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി. പൈലറ്റ് ഘട്ടം വിജയകരമാകുന്നതോടെ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നത് വേഗത്തിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഗൾഫ് എയർ വിമാന സർവീസിന് എല്ലാ ദിവസവും ഉണ്ടാകും. നിലവിൽ ആഴ്ചയിൽ 4 ദിവസമുള്ള സർവീസിന് മുതൽ ആഴ്ചയിൽ 7 സർവീസായി വർദ്ധിപ്പിക്കും. ഈ മാസം 20 മുതൽ മാറ്റം നിലവിൽ വരും. രാത്രി 9:20 വിമാനം പുറപ്പെടുക. ഇനി കേരള വാർത്തകൾ ചുരുക്കത്തിൽ. PM ശ്രീയെ ചൊല്ലി ഇടതുമുന്നണിയിൽ വീണ്ടും പടയൊരുക്കം. CPM-നെ ഇടതുപക്ഷ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടെന്ന് ജനയുഗത്തിലെ ലേഖനത്തിന് ശിവൻകുട്ടിയുടെ മറുപടി. ചോദ്യങ്ങളോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി. അനാവശ്യ പ്രകോപനം എന്തിനെന്ന് മീഡിയ വണ്ണിൽ ബിനോയ് വിശ്വം. ആലപ്പുഴ അരൂരിൽ ഉയരപാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് മരിച്ച രാജേഷിന്റെ ജന്മനാടിന്റെ യാത്രാമൊഴി. വിയോഗം താങ്ങാനാകാതെ കുടുംബം. ദേശീയപാത കരാർ കമ്പനിയുടെ വീഴ്ചയിൽ ജനരോഷം. ഡൽഹി സ്ഫോടനത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബദർപൂർ ടോൾ പ്ലാസയിലൂടെ ഉമർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് ദൃശ്യങ്ങളിൽ. കാറിലെ ബാഗുകളിൽ സ്ഫോടക വസ്തുക്കളെന്ന് നിഗമനം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് NDA. ഉയർന്ന പോളിംഗ് തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ഇന്ത്യ സഖ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ ആരംഭിക്കാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ്. തൃക്കാക്കര നഗരസഭയിൽ CPM-മായി ഇടഞ്ഞ് CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കൊല്ലത്ത് സ്ഥാനാർത്ഥി പട്ടിക പരിഗണിച്ചില്ലെന്ന് ആരോപിച്ച് KSU DCC ഓഫീസിൽ പ്രതിഷേധിച്ചു. സിറ്റിംഗ് വാർഡുകൾ CPM വിട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് തൃക്കാക്കരയിൽ CPI 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 16 വാർഡുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും CPI അറിയിച്ചു. കൊല്ലത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ KSU പ്രവർത്തകരെ പരിഗണിച്ചില്ലെന്നാരോപിച്ച് DCC നേതൃത്വത്തിനെതിരെ KSU ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ രംഗത്തെത്തി. ഈ സീറ്റ് വിഭജനത്തിൽ വരുമ്പോൾ ഇത്തരത്തിലേക്കുള്ള അവഗണന അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊട്ടും പറ്റത്തില്ല. എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക തന്നെ ഞാൻ ചെയ്യും. അതുകൊണ്ടാണ് അത്തരത്തിലേക്ക് ഒരു പോസ്റ്റുമായി ഞാൻ കടന്നു വന്നത്. KSU ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോട്ടയത്തിനു പുറമെ ഇടുക്കിയിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കം BDJS ആരംഭിച്ചു. കൊല്ലത്ത് കൊല്ലൂർവിള സീറ്റ് ബിന്ദുകൃഷ്ണ വിറ്റെന്നാരോപിച്ച് DCC ഓഫീസിനു മുൻപിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ആ ഡിവിഷനിൽ അങ്ങനെ BJPക്ക് കാര്യമായ ഒരു പങ്കാളിത്തം, വലിയ കാര്യമായ രാഷ്ട്രീയ അടിത്തറയുള്ള സ്ഥലമൊന്നുമല്ല. BJP ചിത്രത്തിൽ പോലും ഇല്ല. എന്നിട്ടും BJP ഏജന്റ് എന്നൊക്കെ പറയുന്നത് ആസൂത്രിതമായി എനിക്കെതിരെയുള്ള ഏതോ കോണിൽ നിന്ന്, അത് തീർച്ചയായും രാഷ്ട്രീയ എതിരാളികളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഗ്രസ്സുകാരെ ഒരിക്കലും അത് ചെയ്യില്ല. കോട്ടയം നഗരസഭ തിരുനക്കര വാർഡിൽ NCP സംസ്ഥാന വൈസ് പ്രസിഡന്റായ ലതിക സുഭാഷ് മത്സരിക്കും. കുന്നംകുളത്ത് പോലീസ് കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തും മത്സര രംഗത്തിറങ്ങും. കൊച്ചിയിൽ കോൺഗ്രസ് കൗൺസിലർ BJPയിൽ ചേർന്നു. കോർപ്പറേഷൻ കൗൺസിലർ ശാന്ത വിജയനാണ് BJPയിൽ ചേർന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കൊച്ചി. കോട്ടയത്ത് അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ അരങ്ങേറിയ പഞ്ചായത്താണ് കിടങ്ങൂർ. LDF ഭരണം വീഴ്ത്താൻ കേരള കോൺഗ്രസ് ജോസഫും BJPയും കൈകോർത്തു. അവസാന വർഷം BJP അംഗത്തെ അടർത്തി ഒപ്പം നിർത്തി LDF ഭരണം തിരിച്ചുപിടിച്ചു. ഇങ്ങനെ നാടകങ്ങൾ കണ്ട കിടങ്ങൂർ ഇക്കുറി ആർക്കൊപ്പം നിൽക്കുമെന്നത് രാഷ്ട്രീയ കൗതുകമാണ്.
കിടങ്ങൂരിൽ 15-അംഗ ഭരണസമിതിയിൽ CPM 3, കേരള കോൺഗ്രസ് 4, BJP 5, കേരള കോൺഗ്രസ് ജോസഫ് 3 എന്നിങ്ങനെയാണ് കക്ഷിനില. 7 അംഗങ്ങളുടെ ബലത്തിൽ LDF ഭരണം പിടിച്ചു. ആദ്യ 2.5 വർഷം കേരള കോൺഗ്രസ് എമ്മിനായിരുന്നു പ്രസിഡന്റ് സ്ഥാനം. ഇടതു ധാരണ പ്രകാരം CPM-ന് പ്രസിഡന്റ് സ്ഥാനം കൈമാറാൻ കേരള കോൺഗ്രസ് എം സ്ഥാനം രാജിവെച്ചു. പിന്നീട് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP-യും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ചേർന്ന് ഭരണം പിടിച്ചു. പാർട്ടി നിർദ്ദേശപ്രകാരമല്ല തീരുമാനമെന്ന് കാട്ടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 3 അംഗങ്ങളെ പുറത്താക്കി. ഇടതുപക്ഷത്തിന്റെ ഭരണം മാറുന്ന ഒരു സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനം മാറുന്ന തലത്തിൽ അവരവരുടെ ഏകപക്ഷീയമായി അവർ തന്നെ അധികാരത്തിലേക്ക് BJP-യുമായിട്ട് ചേരാനായിട്ട് തീരുമാനിച്ചു. അതിനോട് ഒരിക്കലും നമ്മുടെ ഭരണ നേതൃത്വം, കേരള കോൺഗ്രസ് നേതൃത്വം യോജിച്ചിരുന്നില്ല. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ വീണ്ടും LDF കിടങ്ങൂരിൽ അധികാരം പിടിച്ചു. LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ BJP അംഗം KG വിജയൻ പിന്തുണച്ചു. അങ്ങനെ BJP പിന്തുണയിൽ CPM അംഗം EM ബിനു പ്രസിഡന്റായി. BJP-യുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കൂടിയായ മെമ്പർമാരെയും ജോസഫ് വിഭാഗത്തിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന ആളുകളെയും ഉൾപ്പെടെ കൂട്ടിക്കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കൂറുമുന്നണി ഉണ്ടാക്കിയത്. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കുവാൻ മറുചേരിക്ക് യാതൊരു യോഗ്യതയുമില്ല. UDF-നൊപ്പം ചേർന്നിട്ട് പഞ്ചായത്തിൽ ഭരണമുണ്ടായില്ല. വികസനത്തിന് വേണ്ടിയാണ് LDF-നെ പിന്തുണച്ചതെന്നാണ് കൂറുമാറിയ BJP അംഗത്തിന്റെ നിലപാട്. കൂട്ടുകെട്ടിൽ മാറാൻ പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അല്ലെ വികസന പ്രവർത്തനങ്ങളോ തുലോം പുറകോട്ട് പോകുന്നൊരു സാഹചര്യം വന്നു. ആ സാഹചര്യം വന്നപ്പോൾ പ്രതികരിച്ചു. പഞ്ചായത്തിലെ കമ്മിറ്റി തന്നെ പ്രതികരിച്ചു. അപ്പോൾ ഇറങ്ങി പോരണം തോന്നി. രാജിവെച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അന്ന് രാജിവെക്കുമെന്ന് ഞാൻ പറഞ്ഞ് ഇറങ്ങി പോകുന്നതാണെങ്കിൽ രാജിവെച്ചില്ല. അപ്പോൾ ഒരു മാറ്റം ആണ് ഉദ്ദേശിച്ചത്. ഇത്തവണ കിടങ്ങൂരിൽ ശക്തി തെളിയിക്കേണ്ടത് മുന്നണികളുടെ അഭിമാന പ്രശ്നമാണ്. തന്ത്രങ്ങളും കരുനീക്കങ്ങളുമായി പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. മീഡിയ 1 കോട്ടയം. നവീൻ ബാബു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ACP രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിച്ച് CPM നേതാവ് EP ജയരാജൻ. സ്ഥാനാർത്ഥിത്വം വിവാദമാക്കാനുള്ള UDF നീക്കം പരിഹാസ്യമാണെന്ന് ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. നീതി നിർവഹണത്തിൽ സത്യസന്ധത കാട്ടിയ ഉദ്യോഗസ്ഥനെ വിരമിച്ച ശേഷം പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത് മാതൃകാപരമായ നടപടിയാണ്. പരാജയ ഭീതിയിൽ UDF ഉന്നയിക്കുന്ന നുണപ്രചാരണമാണ് നടക്കുന്നതെന്നും EP ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു.